The connection between the words and deeds. നമ്മുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സുപരിതമായിരിക്കുന്ന വേദവാക്യമാണ് ഞാൻ ഇവിടെ വായിച്ചു കേട്ടത്. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് കടന്നു വന്നതായിരിക്കുന്ന ഒരു ചിന്തയാണത്. ഒരു ഇമോഷണൽ ആയിരിക്കുന്ന ഒരു തോട്ട് ആയിരുന്നില്ല പത്രോസ് പറഞ്ഞത്. പത്രോസ് ഒരു ഇമോഷണൽ ആണെന്നുള്ളത് നമുക്കറിയാം. എന്ത് കാര്യത്തിനും ചാടിക്ക് ഉത്തരങ്ങളൊക്കെ കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്, പല സന്ദർഭങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പർട്ടിക്കുലർ സമയം എന്ന് പറയുന്നത് വളരെ ബുദ്ധിപരമായിട്ട് വളരെ ആലോചിച്ചുകൊണ്ട് തന്നെ എടുക്കുന്നതായിരിക്കും തീരുമാനം. തന്റെ പ്രിയനോടുകൂടെ കഴിഞ്ഞ 3.5 വർഷക്കാലം നടന്നതായിരിക്കുന്ന നടപ്പിൽ കൂടെ തനിക്ക് ലഭിച്ചതായിരിക്കുന്ന വിലപ്പെട്ടതായിരിക്കുന്ന അനുഭവവും ആ പ്രിയനോടുള്ളതായിരിക്കുന്ന ബന്ധവും അത് മുഖാന്തരമായിട്ട് താൻ എടുത്തതായിരിക്കുന്ന ഒരു തീരുമാനമാണ് പത്രോസ് അവിടെ കർത്താവിനോട് വെളിപ്പെടുത്തുന്നത്. അവിടെ നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല. ഈ പ്രത്യേകമായിരിക്കുന്ന ഭാഗം ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നപ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. ലോകത്തിലെ പലരെയും നമുക്ക് കാണുവാൻ സാധിക്കും. അവരുടെ ജീവിതത്തിലുള്ളതായിരിക്കുന്ന പ്രത്യേകത എന്ന് പറയുന്നത് അവരുടേതായിരിക്കുന്ന വാക്കില് ഒരു സത്യമില്ലാത്തതായിരിക്കുന്ന ആൾക്കാരെ കാണുവാൻ സാധിക്കും. There is no truth in their words. മറ്റൊരു കൂട്ടം ആൾക്കാരെ കാണുവാൻ സാധിക്കുന്നുണ്ട്, വാക്കുണ്ട്, പക്ഷേ അതിനനുസൃതമായിട്ട് യാതൊരു പ്രവൃത്തിയുമില്ല. അവരെയാണ് നമ്മൾ ഹിപ്പോക്രൈറ്റ്സ് നമ്മൾ പറയുന്നത്, കപടഭക്തരെ എന്ന് പറയുന്നത്. എന്റെ ലൈഫിനോട് ഞാൻ ചോദിച്ചു, നിന്റെ വാക്ക് നിന്റെ പ്രവൃത്തിയും തമ്മിൽ എന്ത് ബന്ധമുണ്ട്? വാക്കിന് അനുസൃതമായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് ശാന്തമായിട്ട് പരിശോധിക്കണം.